ചൊവ്വാഴ്ച വൈകുന്നേരമാകുമ്പോ എല്ലാവരും റമളാനിനെ പ്രതീക്ഷിക്കുകയാ. എൻ്റെ സഹോദരങ്ങളോട് പറയുകയാണ്, ആ ദിവസം നിങ്ങൾ മറന്നു പോകരുത്. ഒന്നാമത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ദിവസം മറക്കരുത്. അന്നത്തെ പോലെ പ്രതിഫലം വേറെ ഒരു ദിവസമില്ല. കാത്തിരിക്കണേ. മഗ്രിബ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉളുവെടുത്തിട്ട് കാത്തിരിക്കുകയാണ്. നാളെ റമളാനാണോ, നാളെ റമളാനാണോ? 2 മാസമായി കാത്തിരിക്കുകയാ. പടച്ചവൻ ബഹുമാനിച്ച മാസമാ റമളാൻ. തൗറാത്ത് ഇറങ്ങിയത്, ഇഞ്ചീൽ ഇറങ്ങിയത്, പടച്ചവനെ സബൂർ ഇറങ്ങിയത്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് റമളാൻ മാസത്തിലാ പെങ്ങളെ. അല്ലാഹ് മാദരിച്ച മാസമാണ് റമളാൻ. അതാ പടച്ചവനെ ശുഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീൽ, അതാ ഖുർആൻ പറഞ്ഞല്ലോ, സദാ റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ആ റമളാനിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരനെ സ്വീകരിക്കുന്നു. വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരന് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അതുപോലെ റമളാനിനെ സ്വീകരിക്കണം. പടച്ചവനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ടിവിക്കകത്ത് എഴുതി കാണിക്കുന്നത് നാളെ റമളാനാണ്. പള്ളിയിൽ വിളിച്ചു പറയുന്നു നാളെ റമളാനാണ്. കേട്ട ഉടനെ എന്ത് ചെയ്യണമെന്നറിയുമോ? പറയണം അൽഹംദുലില്ലാഹ്, റമളാൻ വന്നല്ലോ അല്ലാ, റമളാൻ വന്നല്ലോ അല്ലാ, എൻ്റെ ആയുസ് നീട്ടി തന്നല്ലോ അല്ലാ. ഒരു റമളാനിലേക്ക്, ഒരു റമളാനിൽ കൂടെ പങ്കുചേരാൻ എനിക്ക് ആയുസ് തന്നല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീട്. ഉമ്മാ സുജൂദിലേക്ക് വീട്. പ്രത്യേകത എന്തെന്നറിയുമോ? ആ സമയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ ദിവനായ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹു നോക്കുകയാണ്. ആരാ ബഹുമാനിക്കുന്നത്? ആരാ സന്തോഷിക്കുന്നത്? ആരാ റമളാനിനെ സ്വീകരിക്കുന്നത്? അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആ നോട്ടമെങ്ങാനും ഏതെങ്കിലും ഒരു പെണ്ണിന് കിട്ടിയാൽ, ആ നോട്ടമെങ്ങാനും ഏതൊരു മനുഷ്യന് കിട്ടിയാ, ലം യുഅദ്ദിബുഹു അബദാ, അല്ലാഹു ഒരു കാലത്തും ആ മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. റമളാനാണോ എന്നിങ്ങനെ നോക്കിയിരിക്കണം. അപ്പോഴാരോ പറയുന്നു നാളെ റമളാൻ ഒന്നാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരൊറ്റ സുജൂദ് ശുക്റിൻ്റെ. അപ്പോഴേ ഒരു ശുക്റിൻ്റെ സുജൂദ്. അള്ളാഹു ഇങ്ങനെ നോക്കും, ആരൊക്കെയാ സന്തോഷിക്കുന്നത്, ആരൊക്കെയാ റമളാനിനെ സ്വീകരിക്കണേ. അള്ളാഹുവെ, ആ റമളാൻ സ്വീകരിച്ചവരെ റബ്ബ് നോക്കും. ആ നോട്ടം എനിക്കോ നിങ്ങൾക്കോ കിട്ടിയ പിന്നെ നീ പേടിക്കണ്ട, ഒരിക്കലും അള്ളാഹു നിന്നെ നരകത്തിലിടൂല. ഒരിക്കലും അള്ളാഹു നരകത്തിൻ്റെ തീ നിന്നെ തൊടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് അന്ന് മാത്രമേ കിട്ടൂ. 2ാമത്തെ ദിവസം വേറെ. അത് 1ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഒന്നുകിൽ ചൊവ്വാഴ്ച മഗ്രിബ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ബുധനാഴ്ച വൈകുന്നേരം ഉറപ്പാ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ടവരെ കാത്തിരിക്ക്, റബ്ബിനോട് ദുആ ചെയ്. വിചാരിക്കണം റമളാൻ വരാൻ നോമ്പ് പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നമുക്ക് കാത്തിരിക്കാം. അള്ളാഹു നമുക്ക് ഈ പരിശുദ്ധമായ റമളാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ പേടിക്കണം ചങ്ങായിമാരെ. റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നു. റമളാൻ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് തറാവീഹ് നിസ്കരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. റമളാനിലെ ഒരു നോമ്പിന് പകരം ഒരു കൊല്ലം നോമ്പ് പിടിച്ചാൽ പകരാവുമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? റമളാനിലെ ഒരു നോമ്പിന് പകരം ഒരു കൊല്ലമല്ല, ജീവിതകാലം മുഴുവനും നോമ്പ് പിടിച്ചാൽ ആ നോമ്പിന് പകരമാവില്ല. അതാ നോമ്പിൻ്റെ പ്രതിഫലം എന്താ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ഉസ്താദന്മാർ പറയും നോമ്പ് പിടിക്കുന്നവനെ റയ്യാൻ എന്ന് പറയുന്ന വാതിൽ വിളിക്കുന്നു. അതൊന്നും അല്ല പ്രതിഫലം. റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹ്ക്കേ അറിയത്തുള്ളൂ. എന്താന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. അള്ളാഹുവിന് മാത്രമേ അറിയൂ റമളാനിൽ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന്. അള്ളാഹു പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു 30 ദിവസവും നോമ്പ് പിടിക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചവന്.
ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. ദുആ ചെയ്യണം. എന്തിനാ താത്ത ഈ റമളാനിന് 2 മാസം മുമ്പേ ദുആ ചെയ്യുന്ന എന്തിനാ? നീ നിൻ്റെ ഉമ്മ നോക്കിയ, നിൻ്റെ ഉമ്മ റജബ് മാസം വന്നപ്പോൾ തന്നെ വീട് വൃത്തിയാക്കി, ചിലന്തി വലയൊക്കെ അടിച്ച് കളഞ്ഞു, ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞു, വീടിൻ്റെ പരിസരം മുഴുവനും വൃത്തിയാക്കി. നീ ചോദിച്ചു ഉമ്മ കല്യാണം വല്ലതും ഉണ്ടോ? ഇല്ലടി മോളെ, റമളാൻ വരുന്നടി. നിൻ്റെ ഉമ്മ റജബ് വന്നപ്പോഴേ വീടും പരിസരവും വൃത്തിയാക്കി. ശഅബാൻ 26 നീ എന്തോ ഒരുങ്ങിയിട്ടുള്ളേ? നാളെ കഴിഞ്ഞ് മറ്റേനാൾ സംശയത്തിൻ്റെ ദിവസമാണ്. ചൊവ്വാഴ്ച രാത്രി ചിലപ്പോൾ തറാവി ഉണ്ടാകും, ബുധനാഴ്ച നോമ്പായിരിക്കും, അല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പാ. നീ എന്തൊരുങ്ങി? വീടും പരിസരവും ഒരുക്കണ്ട, നീയെങ്കിലും ഒന്ന് ഒരുങ്ങിയോ? നീ വീട് ഒരുക്കണ്ട, പരിസരം ഒരുക്കണ്ട, നിൻ്റെ വീട് പരിസരം നീയെങ്കിലും ഒന്ന് ഒരുങ്ങിയോ? ഇത് നമ്മൾ അലിക്കണം. നമ്മളിങ്ങനെ പൊട്ടന്മാരെ പോലെ നടക്കാം. ചൊവ്വാഴ്ച വിളിച്ചു പറയുന്നു നാളെ നോമ്പാന്ന്. പണ്ടാരെങ്കിൽ എത്തിയില്ലേ അപ്പം? അതാ ചിന്ത. നീ എത്തി, നീ ഇപ്പോൾ നോമ്പ് പിടിക്കണം. പഴയതുപോലൊന്നും പറ്റൂല. നമുക്കൊന്നും നോമ്പില്ലടോ. ഓരോന്നൊക്കെ നോമ്പ് മുറിക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ പകല് മുഴുവനും പട്ടിണി ഇരുന്നതിൻ്റെ പ്രതികാരമാണ്. അങ്ങനത്തെ തീറ്റിയാണ് തിന്നുന്നേ. സാധാരണ റമളാൻ കഴിയുമ്പോൾ തടി കുറയും, ഇപ്പം റമളാൻ കഴിയുമ്പോൾ തടി കൂടുക. അത്രയ്ക്കും തീറ്റിയാണ്. എന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. മാതാപിതാക്കൾക്കും മക്കൾക്കും ഫിത്നയാണ്. അവർക്ക്